നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച സ്റ്റീൽ ബാരിക്കേഡിന്റെ കമ്പി കണ്ണിൽ തട്ടിക്കയറി 10 വയസ്സുകാരന് ഗുരുതര പരിക്ക്. പാലക്കാട് ആലത്തൂർ സ്വദേശിയായ എടമ്പ വീട്ടിൽ ബി അറുമുഖൻ മകൻ അനിവിനാണ് കണ്ണിന് പരിക്കേറ്റത്. കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കം. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 4:30-ക്ക് തൃപ്രയാർ സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5 മണിക്ക് പൊതുസമ്മേളനം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുൻ MP TN പ്രതാപന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഗുരുവായൂരിൽ KC വേണുഗോപാൽ നിർവഹിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ അഴകായി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റീൽ ബാരിക്കേഡിന്റെ കമ്പി കണ്ണിൽ തട്ടിക്കയറി 10 വയസ്സുകാരന് പരിക്ക്. പാലക്കാട് ആലത്തൂർ സ്വദേശിയായ എടമ്പ വീട്ടിൽ ബി അറുമുഖൻ മകൻ അനിവിനാണ് കണ്ണിന് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പല ദർശനം കഴിഞ്ഞ് മടങ്ങവേ വൈകിട്ട് 5 മണിക്ക് ഭഗവതി അമ്പലത്തിന്റെ അടുത്ത് പുറത്തേക്കുള്ള വഴിയിൽ സ്റ്റീൽ ബാരിക്കേഡിന്റെ തകരാറ് മൂലം അതിലുണ്ടായിരുന്ന കമ്പി കണ്ണിൽ തറച്ച വലത് കണ്ണിന് സാരമായി പരിക്കേൽക്കുകയായിരുന്നു. കൃഷ്ണമണിക്ക് തകരാറ് സംഭവിച്ചു. ദേവസ്വം ആശുപത്രിയിൽ നിന്ന് അമല ആശുപത്രിയിലേക്കും കണ്ണിന്റെ കൃഷ്ണമണിക്കും താഴെ കൺപോളയ്ക്കും സാരമായി പരിക്കേറ്റതിനാൽ അവിടെ നിന്ന് കണ്ണിനെ ശസ്ത്രക്രിയയ്ക്കായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. കൈവരിയുടെ അറ്റം പൊട്ടി അതിന്റെ മൂർച്ചയുള്ള ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലായിരുന്നു. യാതൊരു വിധത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്നില്ലെന്നും തങ്ങൾ പറഞ്ഞ ശേഷമാണ് തുണി കൊണ്ടുവന്ന് കെട്ടിവെച്ചതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. കോൺഗ്രസുകാർക്ക് എഴുത്തും വായനയുമില്ലെന്നും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂവെന്നുമാണ് പൊതുധാരണയെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഗുരുവായൂരിൽ മുൻ MP TN പ്രതാപന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KC. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്നും KC പറഞ്ഞു. പൊതുപ്രവർത്തന രംഗത്തെ സത്യസന്ധനായ മനുഷ്യനാണ് TN പ്രതാപൻ. ബിരുദാനന്തര ബിരുദങ്ങളുടെ വിശേഷണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രതാപൻ ചേർത്ത് നിർത്തുകയാണെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. പ്രതാപനെക്കുറിച്ച് ഡോക്ടർ NS അബ്ദുള്ള ഹമീദ് എഴുതിയ ഇങ്ങനെയൊരാൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. സംവിധായകൻ ഷിയാസ് പുസ്തകം ഏറ്റുവാങ്ങി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ഡോക്ടർ NS അബ്ദുൽ ഹമീദ്, നേതാക്കളായ TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി, TS അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകം ഒരു കമ്മ്യൂണിസ്റ്റുകാരും വായിക്കാറില്ല. അവനാകെ വായിക്കുന്നത് ആളെ വെട്ടിക്കൊല്ലാനുള്ള സാഹിത്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. പ്രതാപൻ, ഞാൻ പറഞ്ഞു, പ്രതാപൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത തലങ്ങളിൽ പഠിക്കാനുള്ള അവസരം ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വീടിൻ്റെ ചുറ്റുപാടുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ആ പരിമിതികളെ മറന്നു കിടക്കാൻ തക്കവണ്ണമുള്ള മലയാള ഭാഷയെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഗൃഹപാഠം പ്രതാപൻ കുറേ കാലം നടത്തിയിട്ട് അതിൻ്റെ ഫലം കൂടിയാണ് ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് പുറത്തു വരുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ഈ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ഓർത്ത് നന്നായിട്ട് അഭിമാനിക്കാമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കമാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും
പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30 തൃപ്രയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5 ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൌണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. കയ്പമംഗലം എംഎൽഎ ഇ ടി ടൈസൺ മാസ്റ്റർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക എംഎൽഎ സി മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലി മുഖ്യാതിഥിയാകും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, കെപിസിസി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ്, കേരള വിഷൻ ന്യൂസ് എംഡി പ്രജേഷ് ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.വി. രാജൻ, കെ.സി.സി.എൽ എംഡി പി സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, സെക്രട്ടറി പി. ആന്റണി, ജില്ലാ ട്രഷറർ സി.ജി. ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, ജില്ലാ സെക്രട്ടറി പി. ആന്റണി, ട്രഷറർ സി.ജി. ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. 10-11 തീയതികളിൽ ഫെബ്രുവരി 10-11 തീയതികൾ നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം 27-28 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ ആ സമ്മേളനം നടക്കുകയും ചെയ്യും. അവിടെ തൃപ്രയാർ സെൻറ്ററിൽ നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്തും. ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പൊതുസമ്മേളനം നടത്തുക. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടത്തും. സിഒഎ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടന്നു. വൈകിട്ട് 5 മണിക്ക് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ പോളി ജംഗ്ഷനിൽ സമാപിച്ചു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ജാഥയിൽ 100 കണക്കിന് കേബിൾ TV ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ്, ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, സെക്രട്ടറി പി. എ. ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ എന്നിവർ നേതൃത്വം നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് തൃപ്രയാറിൽ നടക്കുന്നത്. ആദ്യ ദിവസം പ്രതിനിധി സമ്മേളനവും സമാപന ദിവസമായ ബുധനാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും നടക്കും. പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. താളമേള വാദ്യവിസ്മയം തീർത്ത കൂട്ടിയെഴുന്നള്ളിപ്പിൽ പ്രാദേശിക കമ്മിറ്റികളിൽ നിന്നായി അണിനിരന്നത് 30-ലേറെ ഗജവീരന്മാരാണ്. തിങ്കളാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, ഉഷപൂജ, നടക്കൽപ്പറ, ഉച്ചപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് പുതുശ്ശേരി കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ അയ്യംകുളങ്ങര ഭഗവതിയുടെ തിടമ്പേറ്റി. തട്ടകത്തെ 17 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ നാട്ടിടവഴികളിലൂടെ പ്രദക്ഷിണം നടത്തിയ ശേഷം 4 മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. വൈകിട്ട് 5:30 നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് പാണ്ടിമേളത്തിൽ കുമ്പളങ്ങാട് രാമചന്ദ്രൻ പ്രമാണിത്വം വഹിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ആമ്പാടി ബാലൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ ഉൾപ്പെടെ 35ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പാരമ്പര്യവേലകളും തെയ്യമാഘോഷങ്ങളും പൂരാഘോഷത്തിന് മാറ്റേകി ക്ഷേത്രാങ്കണത്തിലെത്തിച്ചേർന്നു. 6:20 ദീപാരാധനയ്ക്കും 7 മണിക്ക് നടക്കൽപ്പറയ്ക്കും ശേഷം വൈകിട്ട് 7:30 പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഗാനമേള അരങ്ങേറി. 8 മണിക്ക് തങ്കോലപ്പറമ്പ് ക്ഷേത്രത്തിൽ പറയും 8:15 അത്താഴപൂജയുമുണ്ടായി. തുടർന്ന് രാത്രി 10 വൈക്കം ചന്ദ്രൻ, ചെർപ്പുളശ്ശേരി ശിവൻ, പാഞ്ഞാൾ വേലുക്കുട്ടി, മച്ചാട് ഉണ്ണിനായർ,
തൃശൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ ക്ഷേത്രത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യമുണ്ടാകും. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 ദേവസ്വം പൂരമെഴുന്നള്ളിപ്പും തുടർന്ന് 4 മണിക്ക് പൂരാവർത്തനവും 5:15 കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. 7 മണിക്ക് പാന, ഗുരുതിതർപ്പണം എന്നീ ചടങ്ങുകൾക്കു ശേഷം നടയടയ്ക്കും. പൂരാഘോഷത്തിന് ഭാരവാഹികളായ PV ചന്ദ്രശേഖരൻ, UK ബിനീഷ്, CS ജിജി, MA പ്രകാശൻ, KB ലതീഷ് എന്നിവരടങ്ങിയ ദേവസ്വം ഭരണസമിതി നേതൃത്വം നൽകി. കടപ്പുറം മാട്ടുമ്മലിൽ സ്റ്റോർ കൂടി അനുവദിക്കുമെന്ന് NK അക്ബർ MLA. മാട് നിവാസികളുടെ ദീർഘകാല ആവശ്യങ്ങളിലൊന്നായിരുന്ന മാട്ടുമ്മൽ കാരേക്കടവിൽ പൊതുവിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. അപേക്ഷകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് തന്നെ സ്റ്റോർ കൂടി അനുവദിക്കുമെന്ന് MLA വ്യക്തമാക്കി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർമാരായ ഷെജീറ ഷാഹിർ, MS പ്രകാശൻ, റാഹില വഹാബ്, AK മുനീർ, താലൂക്ക് സപ്ലൈ ഓഫീസർ TC ജലജകുമാരി, KV അഷ്റഫ്, KD വീരമണി, നാസർ ബ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടു വർഷത്തെ സേവനത്തിന് ശേഷം CCTVയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ജനറൽ മാനേജർ സിൻഡോ ജോസിന് യാത്രയയപ്പ് നൽകി. CCTV കോൺഫറൻസ് ഹാളിൽ ചേർന്ന ചടങ്ങ് മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KR അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷാജി വി ജോസ്, NV അബ്ദുസമദ്, പോൾ ജേക്കബ്, KC ജോസ്, സ്റ്റാഫ് പ്രതിനിധികളായ PS ടോണി, പുനിത, രമ്യ, രജീഷ്, ഡെയ്സൺ എന്നിവർ സംസാരിച്ചു. സിൻഡോ ജോസ് മറുപടി പ്രസംഗം നടത്തി. ഡയറക്ടർമാരായ KM എഡ്വിൻ, CS സുരേഷ്, CI വിജു എന്നിവരും മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. CCTVയുടെ ഉപഹാരം MDയും ചെയർമാനും ചേർന്ന് സമ്മാനിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡിന് അർഹയായ റിയ റൈനസിനെ ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TM ലത റിയ റൈനസിനെ പൊന്നാട അണിയിച്ചു. പ്രധാന അധ്യാപിക ജൂലിയറ്റ് K അപ്പുകുട്ടൻ, മദർ PTA പ്രസിഡന്റ് KV അനിത, PTA വൈസ് പ്രസിഡന്റ് KM മുകേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് AV റൈനസിന്റെ മകളാണ് റിയ റൈനസ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനവും കുടുംബസംഗമവും നടന്നു. കച്ചേരിപ്പടിയിലുള്ള റോഡ് സൈൻ റിസോർട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജെയ്സൺ ആളൂക്കാരൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് കാഴ്ചാപരിമിതിയുള്ള മണത്തല സ്വദേശി സുരേഷിന് ക്ലബ്ബ് അംഗങ്ങൾ സഹകരിച്ച് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി. ഭവനം നിർമ്മിച്ചു നൽകുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ലോഡ് ഷൈൻ ബിൽഡേഴ്സ് ചെയർമാൻ സിയോജ് T ജെയിംസിനെ ചടങ്ങിൽ ആദരിച്ചു. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് എയർബെഡുകളും, സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ലോട്ടറി വിൽപ്പനക്കാർക്ക് ആനക്കുടകളും വിതരണം ചെയ്തു. ഓനിക്സ് മാർബിൾസ് ഉടമ ഷക്കീറിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പദ്ധതികളുടെ കോർഡിനേറ്റർമാരായ വിമൽ വേണു, പ്രശാന്ത് മേനോൻ, റീജിയണൽ ചെയർപേഴ്സൺ ഗിൽബർട്ട് S പാറമേൽ, സോൺ ചെയർപേഴ്സൺ CP ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മിഷൻ 1.5 പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗിൽ നിന്ന് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ജെയ്സൺ ആളൂക്കാരൻ, സർവീസ് കോർഡിനേറ്റർ ഡാഡി തോമസ് എന്നിവർ അവാർഡുകൾ സ്വീകരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി സമർപ്പണം നടന്നു. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ക്ഷേത്ര പ്രദക്ഷിണ വഴി സമർപ്പിച്ചു. തിരുവല്ലാമല അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്ര മേൽശാന്തി സുധീഷ് സൂര്യമംഗലം, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സമർപ്പണ ചടങ്ങിൽ സംബന്ധിച്ചു. ഭക്തജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചാണ് ക്ഷേത്ര ഉപദേശക സമിതി പണികൾ പൂർത്തീകരിച്ചത്. ഫെബ്രുവരി 15 മഹാശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടാകും. തുടർന്ന് ഗാനമേളയും ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളം ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂൾ വാർഷികാഘോഷം മരിയൻ ഗാല കുരുന്നുകളുടെ വിസ്മയ പ്രകടനങ്ങളാൽ ശ്രദ്ധേയമായി. ബദനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷം മരിയൻ ഗാല എന്ന പേരിൽ ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. കുരുന്നുകളുടെ കലാവിരുന്നും പ്രമുഖരുടെ സാന്നിധ്യവും കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. പ്രശസ്ത സംരംഭകൻ ഡെന്നി VK, അദ്ദേഹത്തിന്റെ പത്നി ബ്രിജിനി ഡെന്നി എന്നിവർ ചേർന്ന് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, ബദനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് എന്നിവർ സംസാരിച്ചു.
കുമാരി ഇവാന സി അനീഷ് സ്വാഗതവും കുമാരി അഭിഷ സി സജോയ് നന്ദിയും പറഞ്ഞു. ശേഷം നടന്ന നഴ്സറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കാണികളുടെ മനം കവർന്നു. വർണ്ണാഭവും വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന കലാപ്രകടനങ്ങളാണ് നടന്നത്. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. പഴുനാന പുലിക്കോട്ടിൽ സണ്ണിക്ക് നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ നിർവഹിച്ചു. ഇടവക ദേവാലയത്തിൽ രാവിലെ ദിവ്യബലിക്ക് ശേഷം നടന്ന വെഞ്ചിരിപ്പ് ശുശ്രൂഷയിൽ വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, ജനറൽ കൺവീനർ ജോർജ് തെക്കേക്കര, കൈക്കാരന്മാരായ പോൾസൺ ചിരിയങ്കണ്ടത്ത്, വിൽസൺ പുലിക്കോട്ടിൽ, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ, മരിയ റെജീന കോൺവെന്റിലെ സിസ്റ്റർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോൺഗ്രസ് കടപ്പുറം മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴയും CPM പ്രവർത്തകൻ കോഴിക്കുളങ്ങര KS അനൂപും BJP അംഗത്വം സ്വീകരിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും നളിനാക്ഷൻ രാജിവെച്ചിരുന്നു. KS അനൂപ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കുളങ്ങര വാർഡിൽ നിന്ന് പാർട്ടിക്ക് റിബലായി മത്സരിക്കുകയും ചെയ്തിരുന്നു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരിൽ നിന്നാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയുടെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. കൂട്ടുമുച്ചിക്കൽ ക്ഷേത്രം മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ പ്രകാശനം നിർവഹിച്ചു. കൂട്ടുമുച്ചിക്കൽ ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ദേശ കുതിര കമ്മിറ്റി പ്രസിഡന്റ് KM ഭവിൻ, സെക്രട്ടറി PR ഹർഷൻ, ട്രഷറർ ദർദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 23 വൈകിട്ട് 6:30 വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കുതിര എഴുന്നള്ളിക്കും. പറക്കാട് തങ്കപ്പൻ മാരാർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TK ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ യൂണിറ്റ് സെക്രട്ടറി സുധാ രവീന്ദ്രൻ അനുശോചനവും, ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ റിപ്പോർട്ടും, ഏരിയ ട്രഷറർ A സത്യനാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKT അംഗങ്ങളായ ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, കൗൺസിലർമാരായ ബിന്ദു അജിത് കുമാർ, ഷീന റാഫേൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പാലുവ യൂണിറ്റ് സെക്രട്ടറി റെജി ലിയോൺ സ്വാഗതവും വിനീത സത്യൻ നന്ദിയും പറഞ്ഞു. ESI ആനുകൂല്യം ആവശ്യമാണെന്നും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പോർക്കുളം MKM UP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷനും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK രതീഷ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റുമായ CG രഘുനാഥ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ്, സഭാ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, പോർക്കുളം ഇടവക വികാരിയും മുൻ PTA പ്രസിഡന്റുമായ ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, പൂർവ്വാധ്യാപകർ, മുൻ PTA MPTA അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പൂർവ്വാധ്യാപകരിൽ ഏറ്റവും മുതിർന്ന അധ്യാപികയായ ശോശാമ ടീച്ചർ മെത്രാപ്പൊലീത്തയ്ക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ഗുരുശ്രേഷ്ഠന്മാരെ സ്നേഹോപഹാരവും പൊന്നാടയും നൽകിയാണ് ആദരിച്ചത്. ഇടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളർക്കാട് മനപ്പടിയിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സോദരത്തേന എന്ന ശീർഷകത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ അഡ്വക്കേറ്റ് VR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയാണെന്നും കേരളത്തെ വർഗീയമായി വിഭജിക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതായും അനൂപ് അഭിപ്രായപ്പെട്ടു. ഡോക്ടർ NV ആന്റണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ, ഇടം പ്രസിഡന്റ് EK മിനി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അക്ബർ അലി, നാരായണൻ കോടനാട്, പ്രീതി രാജേഷ് എന്നിവർ സംസാരിച്ചു. ജീവി ഒരു മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന, വ്യത്യസ്തനാക്കുന്ന ഒന്നെന്ന് പറയുന്നത് അവന്റെ അരുളാണ്, അൻപാണ്, അനുകമ്പയാണ് എന്ന് ഗുരു കുറിച്ചു വെക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഗുരുവിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന ആ പ്രത്യയശാസ്ത്ര പരിസരത്തിന്റെ പിന്തുടർച്ചയും പതാകവാഹകരുമാകേണ്ട ആളുകൾ തന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ സഹോദര്യം എന്ന് പറയുമ്പോൾ അതിനെ ഗുരു തന്നെ മനുഷ്യത്വം എന്താണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം മുതോട്ടൂർ ശിക്ഷ സദനിൽ നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു.
KSSPU യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K. തങ്ക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി PK. ബീന പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MG. ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KT. ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV. ബാലചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. AK. സതിരത്നം ടീച്ചർ, NP. രാധാകൃഷ്ണൻ, K. ബാലമോൻ, CK. പ്രദീപൻ, PK. റോസി ടീച്ചർ, ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് KE. വാസു, KR. ഗോപി, MP. പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി VK. രഘുസ്വാമി നിർവഹിച്ചു. തുടർന്ന് മില്ല് സെന്ററിൽ നടന്ന പൊതുയോഗം DCC സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ജനാർദ്ദനൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി ബിജോയ് ബാബു മുഖ്യാതിഥിയായി. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം സ്പോർട്സ് കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. OS വാസുദേവൻ, സജീവ് ചാത്തനാത്ത, PB. പ്രസാദ്, PT. സുരേന്ദ്രൻ, ഹർഷ് പൂവത്തിങ്കൽ, KK. മജീദ് മാസ്റ്റർ, ഫർസിൽ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഒരു സംശയവും വേണ്ട, ഇതിൽ ഉൾപ്പെട്ടവർ മുഴുവൻ ജയിലിൽ പോകുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോഴും ഒരക്ഷരം ഇതിനെപ്പറ്റി പറയാൻ, ഒരക്ഷരം ഇതിനോട് പ്രതികരിക്കാൻ, സംസാരിക്കാൻ വന്നിട്ടില്ല. എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പോറ്റിയുടെ കയ്യിൽ നിന്ന് ആംബുലൻസിന്റെ താക്കോൽ മേടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ചാരിറ്റി പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഞങ്ങൾ പക്ഷെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവസാനത്തെ കണ്ണി നീങ്ങുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്ക് തന്നെയായിരിക്കുമെന്ന്. വിപണി എരുമപ്പെട്ടി ബീന ആർക്കേഡ് ബിൽഡിംഗ്സിൽ അവന്യൂ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. എയർ ടിക്കറ്റിംഗ്, പാസ്പോർട്ട് സർവീസ്, വിസ അസിസ്റ്റൻസ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ഇൻഷുറൻസ്, കറൻസി എക്സ്ചേഞ്ച്, ടൂർ പാക്കേജുകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ വളരെ എളുപ്പത്തിലും വിശ്വാസ്യതയോടെയും ലഭ്യമാക്കുന്നതാണ്. വിശ്വാസ്യതയും കാര്യക്ഷമതയും മുൻനിർത്തി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രൊപ്പറേറ്റർമാരായ അനശ്വര സജിത്ത്, പ്രീതി രാജേഷ് എന്നിവർ അറിയിച്ചു. ഫോൺ നമ്പർ 9526317421, 9961007168. വർക്കേക്കാട് കല്ലൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് കല്ലൂർ UAE കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ 1-ാം സീസണിൽ കല്ലൂർ കിങ്സ് FC കിരീടം നേടി. ദുബായ് അൽ ഗുസൈസിൽ നടത്തിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ കല്ലൂർ കിങ്സ് കല്ലൂർ റോയൽസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കിങ്സിലെ ലുക്മാൻ ടോപ്പ് സ്കോററും റോയൽസിലെ ഷബീബ് മികച്ച ഗോൾ കീപ്പറുമായി. 4 ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തത്. വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,560 രൂപ, സ്വർണം പവന് 1,16,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചർമ്മം കോട്ടപ്പടി ചുങ്കത്ത് ഔസേഫ് വിൻസെന്റ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ബേബി ഭാര്യയാണ് ദീപ്തി, ദിലീപ് എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ തറയ്ക്കൽ വേലായുധൻ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മല്ലിക, ഷീജ, മണീധരൻ, ശ്രീവേണിക എന്നിവർ മക്കളാണ്. അഞ്ഞൂർ വാഴപ്പള്ളി പരേതനായ തോമസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം
ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ നടക്കും. സണ്ണി, അൽഫോൺസ് എന്നിവർ മക്കളാണ്. അരിയന്നൂർ കൊളോടിയിൽ വസന്ത നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 കോട്ടപ്പടി ശ്മശാനത്തിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച സ്റ്റീൽ ബാരിക്കേഡിന്റെ കമ്പി കണ്ണിൽ തട്ടിക്കയറി 10 വയസ്സുകാരന് ഗുരുതര പരിക്ക്. പാലക്കാട് ആലത്തൂർ സ്വദേശിയായ എടമ്പ വീട്ടിൽ ബി അറുമുഖൻ മകൻ അനിവിനാണ് കണ്ണിന് പരിക്കേറ്റത്. കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കം. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 4:30 തൃപ്രയാർ സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5 മണിക്ക് പൊതുസമ്മേളനം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുൻ MP TN പ്രതാപന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഗുരുവായൂരിൽ KC വേണുഗോപാൽ നിർവഹിച്ചു. ചുണ്ടൽ പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ അഴകായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.